ഇവിടെ എങ്ങനെ കാർഷിക മേഖല? നാളികേരത്തിന്റെ വില എന്താ? 3 നാളികേരം കൊടുക്കണം ഒരു കോഴി കൊണ്ട് കിട്ടണം ഇല്ലേ? എന്തായി? ഞാനിങ്ങനെ കോഴിക്കോട്ട് അതിലെല്ലാം ചെന്ന് പലർത്തും താമസിച്ച സഹാക്കളുടെ വീട്ടിൽ അവിടെ മിറ്റത്തും പറമ്പിലും എല്ലാം തേങ്ങായ ഇടുന്നില്ല. ഇടാൻ ആളെ വെച്ചാൽ മുതലാവില്ല. വീഴുന്നത് പൊടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ മുതലാവില്ല. ആകെ കിടക്കുകയാണ്. അല്ലേ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണെന്നറിയോ? ഒരു നാളികേരത്തിന് 13 രൂപ 14 രൂപ വില കൊടുക്കണം. ഇടുക്കി ഇവിടെ ഇങ്ങനെ പാക്ക് കവുങ്ങ് കൃഷി. ഈ മലബാറിലേക്ക് വന്നപ്പോൾ കവുങ്ങ് കൃഷി പാവപ്പെട്ട കൃഷിക്കാർ അവരെന്ത് വിഷമത്തിലാണ്. കവുങ്ങ് കൃഷി വലിയ പ്രതിസന്ധിയല്ലേ? ഇയാളുടെ അല്പം വിലയുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം പറിക്കലില്ലായിരുന്നു ഞങ്ങളുടെ ഇന്നും ജില്ലയില്. കുറച്ചേ ഉള്ളൂ. ആകെ കേടായി. കവുങ്ങ് നെല്ല് കൃഷി ഉണ്ടോ? മുഴുവൻ പാടശേഖരം ചുമ്മാ ഇട്ടിരിക്കുക. കപ്പ പോലും ഇടുകയല്ല അവിടെ. ചുമ്മാ നെല്ല് കൃഷി ചെയ്യണമെന്ന് ഇവര് പറയുക. നെല്ല് കൃഷി ചെയ്തേച്ച് കൃഷിക്കാരൻ ഒരു മുഴ കയർ മേടിച്ച് തൂങ്ങേണ്ട പരിതസ്ഥിതിയിലാകും. അല്ലെ വിഷം അടിക്കേണ്ട പരിതസ്ഥിതി വരും. കടം വരും. ഉള്ള സ്ഥലം പോവും. അല്ലെ ന്യായമായ വില കൊടുക്കണം നെല്ലിന്. നല്ല വില കൊടുത്ത് വളമൊക്കെ കൊടുത്താൽ സബ്സിഡിയൊക്കെ കൊടുത്താൽ നെല്ലുണ്ടാവും. അലുവാരിയ പറയുന്നതിന്റെ മൊണ്ടേസിന് അലുവാരിയ പറയുന്നത് നിങ്ങൾ നെല്ലൊന്നും കൃഷി ചെയ്യണ്ടെന്നാ. പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന് വരും നമുക്ക് അരി ചാപ്പാട് കഴിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ കൃഷിയും, കുരുമുളക് കൃഷി പ്രതിസന്ധിയിൽ, നാളികേര കൃഷി പ്രതിസന്ധിയിൽ, കവുങ്ങ് അങ്ങനെ തന്നെ, അടയ്ക്ക കൃഷി അങ്ങനെ തന്നെ, ഏലം കൃഷി നശിച്ചു. 550 രൂപ കിട്ടും 1 കിലോയ്ക്ക്. 550 രൂപയ്ക്ക് 1 കിലോ ഏലക്ക കൃഷിക്കാരൻ വിറ്റാൽ 200 രൂപയെങ്കിലും നഷ്ടപ്പെടുവായിക്ക്. കാരണം ഒരു 750 രൂപ 1 കിലോയ്ക്ക് മുതൽ ഉണ്ടാകണമെങ്കിൽ അത്ര വലിയ വിലയാണ് എന്റെ കീടനാശിനിക്കും രാസവളത്തിനും എല്ലാം. അതാണ് ഏതാതിന് കുരുമുളകിന് പ്രതിസന്ധി, കാപ്പിക്ക് പ്രതിസന്ധി, തേയിലയ്ക്ക് പ്രതിസന്ധി, റബ്ബറിന്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാശത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാർഷിക മേഖല പൂർണ്ണമായി. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ്. ഇത് തന്നെ അരിക്ക് തീ പിടിക്കുന്ന വിലയാണ്. പക്ഷെ ഒരു കാര്യം, നെല്ലിന് വിലയില്ല കൊടുക്കുന്ന കൃഷിക്കാരന്. ഗോതമ്പിന് തീ പിടിക്കുന്ന വില, പച്ചക്കറിക്ക് വില, പയർ വർഗ്ഗങ്ങൾക്ക് വില, എല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് വില ഇടിച്ച് തകർത്തു. ഇന്ത്യൻ കാർഷിക മേഖല പാറെ തകർന്നു. കേന്ദ്ര ഗവൺമെന്റ് കണ്ടില്ലേ, മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ വളനിർമ്മാണ കമ്പനികളോട് എല്ലാം പറഞ്ഞു, വിദേശിയും സ്വദേശിയായ വളനിർമ്മാണ കമ്പനികളോട് പറഞ്ഞു, നിങ്ങൾ ഏകദേശം വളം നിർമ്മിച്ചോ, വിറ്റോ, ഇഷ്ടമുള്ള വിലക്ക് വിറ്റോ, ഗവൺമെന്റ് ഇടപെടുകയില്ല. നിങ്ങൾ കീടനാശിനി ഉണ്ടാക്കിക്കോ, വിറ്റോ, ഗവൺമെന്റ് ഇടപെടുകയില്ല. അതല്ലേ 50 രൂപ 50 കിലോയുടെ ഒരു ചാക്ക് കാറ്റമ്പോസിന് 250 രൂപ 300 രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ 1000 രൂപ 1200 രൂപ വിലയാണ്. എത്ര മടങ്ങാ കൂടിയേ? 200 രൂപ ഉണ്ടായിരുന്ന 1 ലിറ്റർ കീടനാശിനിക്ക് 1400 രൂപ വരെയാണ് ഇപ്പം. കീടനാശിനി പ്രയോഗിച്ചാൽ ഒന്നും കിട്ടുകയില്ല, നശിക്കും. പാറ്റമ്പോസ് അങ്ങനെ കിട്ടാനില്ല, പൊട്ടാഷ് കിട്ടാനില്ല, യൂറിയ കിട്ടാനില്ല. പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധി. വളനിർമ്മാണ കമ്പനികൾ ഇഷ്ടം പോലെ വില കൂട്ടി. ഇന്ത്യൻ കൃഷിക്കാർ അതേ തുടർന്ന് നാശത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ, പെട്രോളിയം കമ്പനിയുടെ മുതലാളിമാരോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ വില കൂട്ടിക്കോ, കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുകയല്ല. നിങ്ങൾ വില കൂട്ടിവിറ്റോ, ഗവൺമെന്റ് ഇടപെടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രിയമുള്ളവര്. അതേ തുടർന്നല്ലേ രാസവളത്തെ പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, പാചക ഗ്യാസിന്റെ വില, മണ്ണെണ്ണയുടെ വില, വില കൂടി. പ്രതിഷേധം വന്നപ്പോൾ സിംഗ് പറയുന്നത് എന്താ? പ്രധാനമന്ത്രി, നിങ്ങൾ അടുപ്പ് കൂട്ടിയിട്ട് മരം വെച്ചോളാനാ പറയുന്നത്. വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കൂട്ടി പേടിപ്പിക്കുന്ന പോലെയാ പ്രധാനമന്ത്രി പറയുന്നത്. അങ്ങേരെ ജീവിതത്തിൽ ഒരിക്കലും മരം വെച്ചിട്ടില്ല. നമ്മളങ്ങനെ മരം ഇഷ്ടം പോലെ വെച്ചോണ്ടിരിക്കുക. കൃഷിക്കാരാണ് നമ്മള്. ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇവിടെ വാ, മലപ്പുറം ജില്ലയിൽ നോക്കെ എന്ത് മരോ എന്തെല്ലാം വൃക്ഷങ്ങളാ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. എവിടെയത്? നമ്മളോട് പ്രധാനമന്ത്രി ജീവിതത്തിൽ ഒരിക്കൽ പോലും മരം വെക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മളോട് പറയുകയാണ്, നിങ്ങൾ മരം വെച്ചോളാം. അപ്പൊ പാചക ഗ്യാസിന്റെ വില കുറയുമെന്നാ പറയുക.
അതാണ്. അതുകൊണ്ട് വലിയ സങ്കീർണമാണ് പ്രശ്നം. പ്രിയമുള്ളവരെ, കേരളം സർവനാശത്തിലേക്കാണ്. വർഗീയ വലിയ പ്രശ്നമാണ് ഇവിടെ. ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം അപ്പോ എന്തുകൊണ്ട് അതുകൊണ്ട് ഇവിടെ വർഗീയ അസ്വസ്ഥതയാണ്. ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം, ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി 5ാം മന്ത്രിസ്ഥാനത്തിന് സമ്മർദ്ദം ചെലുത്തി. വെള്ളിത്തടികയെ വെച്ച് പാണക്കാട്ട് എത്തിച്ചു 5ാം മന്ത്രിസ്ഥാനം. അതേ തുടർന്ന് NSS SNDP നടത്തിയ പ്രതികരണം, ഹിന്ദുസഭയിലെ ഹിന്ദു മതത്തിലെ പല അവാന്തര സംഘടനകൾ നടത്തിയ പ്രതികരണം ഷാഹുറാഖെ ചേരിതിരിവിന് ഇടയായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ജി സുകുമാരൻ നായരും പ്രിയമുള്ളവരെ SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനും പറയുന്നു, ന്യൂനപക്ഷങ്ങൾ ആകെ അമക്കുകയാണ്. മനസ്സിലായില്ലേ? ന്യൂനപക്ഷങ്ങൾ ആകെ കൊയ്യുകയാണെന്നാണ് പറയുന്നത്. സാമുദായിക ചേരിതിരിവുണ്ടാകും ഈ പ്രസ്താവന. ഇതിനോട് ലീഗിന്റെ പ്രതികരണം എന്നാ? ലീഗ് പറഞ്ഞു UDF പറയുന്നു. UDF പറഞ്ഞ പ്രശ്നം തീരുവോ? ലീഗിന്റെ മനോഭാവം എന്താണ്? രാജ്യത്തെ ഇസ്ലാമിന്റെ താല്പര്യമാണോ ഇന്ത്യൻ യൂണിയൻ ലീഗ് പ്രതിനിധീകരിക്കുന്നത്? ആണോ? കച്ചവട രാഷ്ട്രീയമല്ലേ ലീഗിനുള്ളത്? കച്ചവട രാഷ്ട്രീയം, കയ്യിലുള്ള വകുപ്പ് വെച്ച് കച്ചവടം നടത്തുക. വേറെ എന്ത് താല്പര്യം? രാജ്യത്തെ ഇസ്ലാം നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടോ? ലീഗുകാരനായിരിക്കണം. ലീഗുകാരൻ ഇസ്ലാമായ പോരാ, ലീഗുകാരനാകണം. അല്ലാതെ ഒരു ചുക്ക് നടക്കുകയല്ല. അതല്ലേ? വിദ്യാഭ്യാസ വകുപ്പ് വെച്ച് മുതലെടുപ്പ്, വ്യവസായ വകുപ്പ് വെച്ച് കച്ചവടം. ഇതല്ലേ ലീഗിന്റെ നയം? ലീഗിന്റെ സമീപനമല്ലേ? നിയമനം കണ്ടില്ലേ? ഇന്നാൾ വിദ്യാഭ്യാസ വകുപ്പിലെ നിയമനം കണ്ടു. 14 ലീഗുകാരന്മാര്. ലീഗുകാരല്ലാത്ത ഇസ്ലാമില്ല, മറ്റു മതസ്ഥരില്ല. പാണക്കാട്ടെ തങ്ങളോ ഇവര് ലീഗിന്റെ നേതാക്കന്മാർ പോയി. മഹാനായ EMS നമ്പൂതിരിപ്പാട് സ്ഥാപിച്ചതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമിയല്ലേ? ആ ഭൂമി അപകരിക്കാനുള്ള പണിയാണ് ഇപ്പൊ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. മനസ്സിലായില്ലേ? ടീച്ചർമാരാകെ പച്ച പോട്ടിട്ട കൊള്ളാം. പോരെ ക്ഷേമമായില്ലേ? നാളെ MA ബേബി വിദ്യാഭ്യാസ മന്ത്രി. ടീച്ചർമാരെല്ലാം ചുമന്ന വോട്ടിട്ട കൊള്ളാം എന്ന് പറഞ്ഞാൽ എങ്ങനാകും? മനോരമ കണ്ടോ? മാതൃഭൂമി കണ്ടോ? വീരേന്ദ്രകുമാർ കണ്ടോ? ഭൂഷ പത്രങ്ങൾ കണ്ടോ? കണ്ടില്ലേ? പിരിങ്ങി. അതേമ മാർക്കറ്റുകാരനെങ്ങാനാണ് ഒരു വായു വല്ല വിലയും വന്നു പോയെങ്കിൽ നമ്മുടെ തരം ഉണ്ടം ചെയ്ത് ചെമ്പുള്ളി കരിമ്പുള്ളി കുത്തി വാടത്തെ കയറ്റി വെച്ചേന് ഇവര് ഈ പത്രക്കാര്. പക്ഷേ സ്വന്തക്കാരനാകുമ്പോ, ലീഗുകാരനാകുമ്പോ, അബ്ദുൾ റബ്ബാകുമ്പം അല്ല PK കുഞ്ഞാലി കുട്ടിയാകുമ്പം കുഴപ്പമില്ല. ഇതല്ലേ ലീഗിന് വേറെ എന്ത് താല്പര്യം? ലീഗ് എവിടെ നിൽക്കുന്നു? അതല്ലേ? ഇറാഖിൽ ലക്ഷക്കണക്കിന് ആളുകളെയല്ലേ കൊന്നത് അമേരിക്കൻ സാമ്രാജ്യകാരി. എന്ത് പറഞ്ഞാണ് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത്? എന്ത് ന്യായമാണ് പറഞ്ഞത്? അവർ രാസായുധമുണ്ട്, ജൈവായുധം ഉണ്ടെന്ന് പറഞ്ഞത് വല്ലതും ഉണ്ടായിരുന്നോ? പ്രിയമുള്ളവര്, കച്ചവട താല്പര്യമല്ലേ? പെട്രോളിന് വേണ്ടി, ഊർജത്തിന് വേണ്ടിയല്ലേ ഈ കടുങ്കൈ ചെയ്ത് ലക്ഷങ്ങളെ കൊന്നില്ലേ? ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവര്, ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ കൂടെ ആര്? മൻമോഹൻ സിംഗും കോൺഗ്രസും. ലീഗ് എവിടെ? മൻമോഹൻ സിംഗിന്റെ കൂടെ. ഇസ്ലാമിന്റെ താല്പര്യമാണോ ഇന്ത്യൻ യൂണിയൻ ലീഗിനുള്ളത്? അല്ല. ഇറാനെ മറ്റൊരു ഇസ്ലാമിക് രാഷ്ട്രമല്ലേ? ആക്രമിക്കാൻ വരികയല്ലേ? അവരെന്ത് അവസരം ചെയ്ത്?
അവരവിടെ ഊർജ്ജത്തിന്റെ പ്രശ്നത്തെ കൈകാര്യം ചെയ്തു. ഞാൻ ചോദിക്കാം, ഇന്ത്യക്കും അമേരിക്കയ്ക്കും എല്ലാവർക്കും ആകാതെ പിന്നെ അവർക്കെന്താ വയ്യാത്ത? അവർക്ക് വയ്യാത്ത അവരതല്ലേ പറയുന്നത്? നിജാദ് പറയുന്നത് അതല്ലേ? ഇറാൻ പ്രസിഡന്റ് പറയുന്നത് അതല്ലേ? എന്താ അതിന്റെ പേര്? വളഞ്ഞാക്രമിക്കാൻ ഒരുങ്ങുകയാണ്. ആ ഒരുങ്ങുന്നതിന്റെ കൂടെ അമേരിക്കയുടെ കൂടെ ഇങ്ങേരുണ്ട്. ആരാ? നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യ ഗവൺമെന്റും ഈ അഹമ്മദും ലീഗും എവിടെ? ആ കൂടെ എന്നും ഇതാണ് പ്രിയമുള്ളവര്. ചുമ്മാ യാരെയും മതമൊക്കെ പറയും. കച്ചവട രാഷ്ട്രീയമാണ് ഇന്ത്യൻ യൂണിയൻ ലീഗിനുള്ളത്. രാജ്യത്തിന്റെ പുരോഗതിയോ മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിയൊന്നും അല്ല ലക്ഷ്യം. വേറെ നിശ്ചിത താല്പര്യമാണ്. നിശ്ചിത താല്പര്യം. 464 വർഷം പഴക്കമുള്ള അയോധ്യയിലെ പള്ളി പൊളിച്ചില്ലേ? പള്ളി പൊളിച്ചത് അദ്വാനി കൂടി. പൊളിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്തത്, പട്ടാളത്തെ ഒന്നും അയക്കാതെ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്, ഈ പാര തീരട്ടെ എന്ന് വെച്ചത് കോൺഗ്രസ്. ലീഗ് എവിടെയാണ്? ആദ്യം ഒന്ന് പ്രതിഷേധിച്ചു, പിന്നെ ഈ പായപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. കൊണ്ടോ? എന്നും ഇത് തന്നെയാണ്. എന്നും ഇത് തന്നെ. വൈസ് ചാൻസലറൊക്കെ ആകുന്നപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ വിലാസമൊക്കെ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ? ഉന്നതമായ സ്ഥാനങ്ങളിൽ വഹിച്ച ഡോക്ടർ ഇക്ബാലിനെ പോലുള്ള ആളുകൾ വഹിച്ച സ്ഥാനങ്ങളിലൊക്കെ ചുമ്മാ ലീഗ് എന്ന പേരിൽ ചുമ്മാ കൊണ്ടൊന്ന് വയ്ക്കുക ആളുകളെ. അങ്ങനെയാണോ വേണ്ടേ? ലീഗിനടുത്ത് തന്നെ കൊള്ളാവുന്ന ആളുകളുണ്ടെ വെച്ചോ, കുഴപ്പമില്ല. അതൊന്നുമില്ല. വേറെ ആളുകളെ വെച്ച് ചുമ്മാ ഒരുമാതിരി ഏർപ്പാടാ, കച്ചവടം. അതുകൊണ്ട് ലീഗിനൊന്നും പ്രശ്നമല്ല, വർഗീയാസ്വസ്ഥയൊന്നും പ്രശ്നമല്ല. UDF-നകത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ എന്നാ ഉണ്ടാക്കുന്ന അവരെന്നെ UDF എന്ന് ഭരിച്ചോ അന്ന് വർഗീയതകളെ ഉറപ്പാണ്. എന്തുകൊണ്ട്? ഇവിടെ എന്നും അങ്ങനല്ലേ ഇവര്? എന്നും അങ്ങനെ ഇവരുടെ നിലപാടതാ നമ്മളെ കണ്ടിട്ടില്ലേ? എന്നും ഇവരിതാണ് വിമോചന സമരം. കോൺഗ്രസും വർഗീയവാദികളും തമ്മിലുള്ള ബന്ധം തുടങ്ങിയതാണ്. EMS-ന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വിമോചന സമരം അങ്ങനാണ്. അതുകൊണ്ട് അന്ന് മുതൽ സാമുദായിക ശക്തികളും വർഗീയവാദികളും കോൺഗ്രസും തമ്മിൽ ശർക്കരയും തേങ്ങയും പോലുള്ള ബന്ധമാണ്. അത്ര വലിയ ബന്ധമാണ് ഇല്ലേ? കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കേസ് കരുണാകരനാകുമ്പോൾ അദ്ദേഹത്തിന്റെ കേസ്, ആന്റണിയുടെ കേസ് കിടക്കും വർഗീയവാദികൾ. ഒന്നിച്ചൊരു കീസയിലിട്ടാ കുട്ടും ചിലത്. എന്നാ RSS-നെ NDF-നെയും കൂടെ ഒന്നിച്ചിടാൻ പറ്റുമോ? കുട്ടു, അവിടെ കിടന്ന് കുട്ടു. അതുകൊണ്ട് 2 കീസയിലാക്കും. ഇതല്ലേ എന്നും വർഗീയ രകളയല്ലേ? എന്നിട്ട് എന്നും നിലക്കെ സംഭവം സർക്കാരിന്റെ ഭൂമി കൊള്ളയടിക്കാൻ വർഗീയവാദികൾക്ക് കൂട്ടുന്നു. അന്ന് വർഗീയ സ്വച്ഛത. കഴിഞ്ഞ മാറാട് കലാപം, 2 കലാപങ്ങളിൽ 14 പേര്, കേരളത്തിന്റെ മറ്റു മേഖലകളിൽ 4 പേര്, വകയെല്ലാം ചേർത്ത് 18 പേരെ കൊന്നില്ലേ വർഗീയവാദികള്? 100 കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റിയില്ലേ? 100 കണക്കിന് ആളുകൾക്ക്. ഇതാണ് ഇപ്പം ആ നിലയാണ്. അതുകൊണ്ട് ഇന്ത്യൻ യൂണിയനിലേക്ക് ഉത്തരവാദിത്വപൂർവ്വം പ്രതികരിക്കുക. ഇതിനോട് ഭൂരിപക്ഷത്തിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്നത് വർഗീയാസ്വസ്ഥതയിൽ സംഘർഷം ഉണ്ടാക്കാനാണ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മുൻ അനുഭവം വെച്ച് വലിയ തീക്ഷ്ണമായ പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യം നീങ്ങാൻ പോവുകയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പൊരുതാൻ യുവജന സംഘടന തയ്യാറാകണം. ശക്തമായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ ഐക്യമുറപ്പിക്കാനും വേണ്ടി യുവജന പ്രസ്ഥാനവും രാഷ്ട്രീയ പ്രസ്ഥാനവും തയ്യാറാകേണ്ടതുണ്ട്. ഇന്ത്യൻ യൂണിയൻ ലീഗ് കർത്തവ്യബോധത്തോടുകൂടി ഈ പ്രശ്നത്തോട് പ്രതികരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അല്ലാതെ UDF-ൽ പോയി ചുമ്മാ അറിവതും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒന്നും വലിയ കാര്യമില്ല. കാര്യങ്ങൾ ഇവിടെ വർഗീയതകളെയായിരിക്കും നടക്കാൻ പോകുന്നത്. മുൻകാലത്തെ നിങ്ങളുടെ ചെയ്തി സംഭാവന അതാണ് എന്നാണ് അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് രാജ്യം വലിയ സങ്കീർണമാണ്. ആകെ അഴിമതിയാണ്. പോലീസിനെ കയറൂരി വിട്ടുകൊണ്ട് നേരിടുകയാണ് ഇടതുപക്ഷത്തെ. ചന്ദ്രശേഖരൻ മതം ഉൾപ്പെടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ചന്ദ്രശേഖരൻ പറയും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന് എന്നേ പറഞ്ഞതാണ്. എത്രയോ പ്രാവശ്യം പറഞ്ഞു. ചന്ദ്രശേഖരനെ അങ്ങനെ കൊണ്ടുവരണമൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങളുടെ നിന്ന് ആരെല്ലാം വിട്ടുപോയിരിക്കുന്നു. ഞങ്ങളവരെ എല്ലാം കൈകാര്യം ചെയ്തോ? ഗൗരിയമ്മയെ കൂട്ടരും പോയി, രാഘവനും കൂട്ടരും പോയി, AV ആര്യനും കൂട്ടരും പോയി, KPR ഗോപാലൻ പോയി, എത്രയോ പേര് പോയി. പോയൊരു പോട്ടെ, ബാക്കിയുള്ള പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ പോവും.
ആളുകളെ പുറകെ കിടന്ന് കൊല്ലലൊന്നും ഞങ്ങളുടെ പണിയല്ല. അതോ ചന്ദ്രശേഖരന്റെ കൂടെ പോയവർ ഞങ്ങളുടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പിന്നെ അങ്ങേരെ കൊല്ലാൻ പോകേണ്ട കാര്യമുണ്ടോ? തനിക്ക് വെളിവുള്ളവർ വല്ലതും ചെയ്യുമോ? ചെയ്യല. അവിടെയാണേലോ തെരഞ്ഞെടുപ്പ് നടത്താൻ അറിയാക്കുന്നവരെ ഗൗരിയമ്മ പറഞ്ഞു, തലയ്ക്ക് വെളിവുള്ളവരാരും ചെയ്യല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ചെയ്യരുന്ന അവരും വാക്കുകളോട് ഇപ്പോഴും നമ്മുടെ തലയിൽ വെക്കാനാണ്. അവിടെ നോക്കിക്കൊണ്ട് നിന്നുകൊണ്ട് ഒന്നും അറിയാത്തവനെ വഴിയരിയിൽ നിന്ന് മൂത്രം ഒടിച്ചുകൊണ്ട് നിന്നവനെ എല്ലാം പിടിച്ച് പ്രതിയാക്കി. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ജില്ലയിലെ നേതാക്കന്മാരെയൊക്കെ ഒന്നും നിരപരാധികളെ ആളുകളെ പിടിച്ച് പീഡിപ്പിച്ച് പ്രതിയാക്കി. ഇല്ലേ? ഇപ്പം ഒരുപാട് വേണം കേസ് വിചാരണ ചെയ്യണേ. കോടതി ആദ്യമേ തന്നെ 2 പേരെ നിങ്ങൾ വീട്ടിൽ പോകണം പറഞ്ഞയച്ചു. 15 പേരുടെ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ബാക്കിയാണിപ്പോ ഇങ്ങനെ. മനസ്സിലായില്ലേ? ഒരു സ്റ്റേഷനെ കൊണ്ട് വെച്ച് 8-10 ദിവസം വെക്കുക. നീ ഇത് ഇന്നപോലെ പറഞ്ഞില്ലേ, നിന്നെ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. അവൻ അടുത്ത് വരുമ്പോഴത്തേനും എന്നാ വേണമെങ്കിലും ഒപ്പിട്ട് വന്നേക്കാന്ന് പറയാ. കോടതി വരുമ്പോഴത്തേനും എന്റെ പൊന്നോടെ ഞങ്ങളെന്ന് പറഞ്ഞില്ല, ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾക്കറിയാൻ പറ്റും ഇവന്മാർ ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതി ഏതാണ്ടൊക്കെ എഴുതി തന്നെ ഞങ്ങൾ ഒപ്പിട്ടതാണ്, പേടിച്ച് ഒപ്പിട്ടതാണ് എന്ന് പറഞ്ഞ് തടി തപ്പുക. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ. ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്ന മിനിമം ഒരു കേസ് ഇത്രയും വഷളായി അന്വേഷിപ്പിച്ച ആഭ്യന്തരമന്ത്രി യോഗ്യനല്ല, അങ്ങേര് രാജിവെക്കണം. എന്നിട്ടിപ്പോ പറയുന്ന മാർക്സിസ്റ്റുകാരെന്ന് പറഞ്ഞാണപ്പോ നമ്മുടെ പണി. നമ്മുടെ പണിയൊന്നാണോ അത്? പോലീസും നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി നിങ്ങള് രമയുടെ എല്ലാ ഉപദേശം സ്വീകരിച്ചല്ലേ എല്ലാം ചെയ്ത് നേരെ ബന്ധമല്ലേ അവിടുന്ന് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ നിന്ന് അല്ല ഓഫീസിൽ നിന്ന്? അതല്ലേ? അതുകൊണ്ട് ഈ നിലയിലാണ് കൈകാര്യം ചെയ്യുക. ഇതുകൊണ്ടൊന്നും കിളി പറക്കില്ല. ഞങ്ങളിതിനൊന്നും വഴങ്ങുകയൊന്നുമില്ല, നിങ്ങൾ ധരിച്ചു പോലെയല്ല. ഈ സാഹചര്യങ്ങളിൽ ശുക്കൂർ പദവില് വകവേതായാലും നിർഭാഗ്യകരമല്ലേ? സംഘടനത്തെ മരിച്ചതാണ്. കേസ് വരുമല്ലോ, ആർക്ക് വരുമല്ലോ, നിയമപരമായ നടപടി വേണമല്ലോ. ആ കാര്യത്തിൽ ആർക്ക് തർക്കം? അതിനോ ചുമ്മാ പീഡിപ്പിച്ച് ചെറുപ്പക്കാരെല്ലാം കൊണ്ടേ പീഡിപ്പിക്കുക. പമ്പാമാസം, കേരളംപറവ, ചടവ് ഉപയോഗിച്ച് നഖം പറിക്കല്, പ്രശ്നത്തിൽ കമ്പി കയറ്റല്, കാറമ്പഴത്തിനും കമ്പി ഒരു വായി വെച്ചു കൊടുക്കല്. പുതിയ മുറയാണ് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വക. അതല്ലേ? 33-ാം പ്രതിയായി സഖാവ് പി ജയരാജ് 10 വർഷം MLA, ഇപ്പൊ ജില്ലാ സെക്രട്ടറി. RSSകാരന്ന് വെട്ടി അങ്ങനെ ആത്മധൈര്യം കൊണ്ട് രക്ഷപ്പെട്ട 2 കൈക്കും സ്വാധീനം. മനുഷ്യത്വമുണ്ടോ? യുവജന സംഘടന നേതാവ് രാജേഷ് പ്രതി. ഇപ്പൊ എന്നാ ലീഗുകാരുടെ പേരാണ് സാക്ഷിയായി വെച്ചത്. അവരറിഞ്ഞില്ല. അവര് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. ബഹുമാനപ്പെട്ട കോടതി, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ ഇവരെ ആരെയും കണ്ടിട്ടില്ല, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ പോലീസിനോടൊന്നും പറഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞ് അഫിഡവിറ്റ് കൊടുത്തു. കുഞ്ഞാലിക്കുട്ടിയും ലീഗിന്റെ കാജി MLA എന്തോ ഒരു ഇടപാടാ. മാർക്സിസ്റ്റുകാരിങ്ങനെ വല്ലതും പറഞ്ഞാൽ നമ്മുടെ പേര് കേസാ. ഏത് സാക്ഷിയെ സ്വാധീനിച്ചെന്നും പറഞ്ഞ് ഞങ്ങൾ പറയാൻ വെറുതെ വിടുവോ? ഇവർക്ക് എന്തു ആകാമല്ലോ. നമ്മൾ 2ാം തരം പൗരന്മാർ. കുഞ്ഞാലിക്കുട്ടിമാരും ഷാജിമാരും എല്ലാം 1ാം തരം പൗരനല്ലേ? അതാണ്. ഇതാണ് കേരളം മുഴുവൻ. ഇടുക്കി ജില്ലയിൽ ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞൊരു 300-ൽ പരം ആളുകളെ 308 കേസിൽ പ്രതി. ഒന്നേ നോക്കി അല്ല വാക്കുകൾക്കുണ്ടായി, ഉണ്ടും തള്ളും ഉണ്ടായി. ഉണ്ടും തള്ളും ഉണ്ടായതാണ് 308, വാക്കുകൾക്കാണ് 308. 300 പേരും ആളുകളാണ് ജയിലിൽ. മാസങ്ങൾ ജയിലിൽ കിടന്നിട്ടാണ് ഞാൻ എടുത്ത് വെളിയിൽ വന്നത്. എന്റെ കേസിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, പറയാൻ പാടില്ലെന്ന് കോടതിയുടെ വിലക്കുണ്ട്. ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ, അനീഷ് ഷാജിൻ 22 വയസ്സായ ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി കൊന്നില്ലേ? SFIയുടെ നേതാവിനെ നിഷ്ഠൂരമായാണ് കൊന്നത്. എന്തിന്റെ പേര്? ആ പയ്യൻ എന്ത് ദ്രോഹം ചെയ്തു? അവിടെ കോൺഗ്രസ്സുകാരൻ വരേണ്ട കാര്യമുണ്ട്. ആ എസ്റ്റേറ്റിൽ ഒരു കോൺഗ്രസ്സുകാരുണ്ടോ, തൊഴിലാളിയുണ്ടോ, യൂണിയനുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ബോധപൂർവം ചെയ്യുന്നതാണ് അവിടെ. ബോധപൂർവം. കോട്ടയം ജില്ലയിൽ കൊലക്കേസൊന്നും തെളിയുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ നാട്ടിൽ തിരുവഞ്ചൂരാണല്ലേ എല്ലാം അവിശുദ്ധ ഏർപ്പാടും മോഷണമൊന്നും തെളിയുന്നില്ല. കേരളത്തിൽ ഇപ്പൊ എന്നാ വിമാന ടിക്കറ്റ് എടുത്ത് നേരെ എയർലൈനെ കൂടിയില്ല വന്നിട്ട് മോഷണം നടത്തുക, നേരെ പോവുക പോരെ. A ക്ലാസ് മോഷണമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
എന്നാ വെണ്ടി ചോരണോ കള്ളൻ പുള്ളിയെ കൊണ്ട് നടക്കല്ലേ പോലീസ് ഇങ്ങനെ ചാരരുകാർ ഇങ്ങനെ പുറകെ അങ്ങനെ പറയാ നല്ല ഷർട്ടും ഒക്കെ മേടിക്കുക പത്രത്തിൽ പടവത്ത് വരേണ്ടതല്ലേ പോലീസുകാരോട് പറയുക. എന്തൊരു കാലമാണ്. ഇരിപ്പറങ്ങി എന്നാ വേണം. അവർക്ക് കൊടുത്ത ദൂരം പോലും ഈ ഉള്ളതിനെ എന്നെയൊക്കെ അറച്ചിന്ന് തിരിച്ചു കിട്ടിയിട്ടില്ല. തമാശല്ല, അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാജ്യം വലിയ സങ്കീർണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ നമുക്ക് ആർക്കെങ്കിലും വല്ല തർക്കമോ? വേണ്ടതല്ലേ. പിന്നെ എന്തിനാ ഈ 5-6 മാസങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ഓട്ടമോ ഇല്ലോ? വേറെ ഒന്നും കാര്യമില്ല. കമ്മീഷൻ 1350 കോടി രൂപ കമ്മീഷൻ വേണം. അത് ഈ ശ്രീധരൻ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കൊടുത്താൽ നടത്തിയരാ കമ്മീഷൻ വേണ്ടിയത്. അതുകൊണ്ടോ എന്താ ശ്രീധരനെ ഒഴിവാക്കാനും വയ്യ തീരെ, അതല്ലേ? അവസാനം ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയി ചർച്ചയും കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്റെ ടെൻഷൻ തീർന്നു കൊടുക്കും. എന്താണെന്നറിയോ? 1350 കോടി രൂപയുടെ കാര്യം അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം എല്ലാം കൂടെ സഹായിച്ച് ഉറപ്പാക്കും. ശ്രീധരനുണ്ടോ? ഉണ്ട്. എന്നാ ഇല്ലേ? ഇല്ല. മേലന്വേഷണമാകാം, മോറിൽ നിന്ന് നോക്കാം. ബാക്കി കമ്മീഷൻ മേടിക്കാനൊക്കെ വേറെ ആളുകളെ വെച്ച് ഉമ്മൻചാണ്ടി ഈ ഇത്രയും കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രി, ഇതുപോലെ നോണ പറയുന്നൊരു മുഖ്യമന്ത്രി, കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി, ആഭ്യന്തരമന്ത്രി ഇല്ലേ? നാവെടുത്ത് വളച്ചാൽ നുണയാണ്.